ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ട്രാവൽ ബ്ലോഗിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടേക്കണേ. നമ്മളിപ്പോൾ അമ്പലപ്പുഴയിലാണ് കേട്ടോ ഉള്ളത്. അർജുൻ ചേട്ടൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു ദിവസം പ്ലാൻ ചെയ്ത് വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആലപ്പുഴയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ അമ്പലപ്പുഴ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ വന്നതാണ്. യൂഷ്വലി ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ എല്ലാവരും ഡിന്നർ സെറ്റ്, ക്ലോക്ക് ഇങ്ങനെയൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ അർജുൻ ചേട്ടൻ്റെയും എൻ്റെയും ഒക്കെ ഒരു ഐഡിയ ആയിരുന്നു പ്ലാൻസ് ഗിഫ്റ്റ് ചെയ്യാം എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് പ്ലാൻസ് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടാറുണ്ട്. ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ വീടാണ് ഓർമ്മ വന്നത് കേട്ടോ. പട്ടിക്കുട്ടി, മുയൽ, കിളികൾ, കോഴി ഇങ്ങനെ എല്ലാം ഉള്ളൊരു വീടാണ്. അപ്പം ഞങ്ങളുടെ ആ ഒരു ആംബിയൻസ് പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വീട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഡോഗ്സിനൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു. ഈ കാണുന്നതാണ് പുതിയ വീടിൻ്റെ ഉടമസ്ഥർ കേട്ടോ. ഇത് പാറു, പിന്നെ തോമ. വളരെ കുഞ്ഞിലെങ്ങാണ്ടാണ് ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യുന്നത്. സോ എനിക്ക് ആദ്യം കുറച്ച് ഇങ്ങനെ ആങ്ഷ്യസ് ആയിരുന്നു. പക്ഷേ ദ വേ ഷീ ട്രീറ്റഡ് മീ എന്ന് പറഞ്ഞാൽ അത് അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഓക്വേർഡായിട്ട് എംബാരസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കാത്ത രീതിയിലാണ് പാറു ട്രീറ്റ് ചെയ്തത്. ഇത് അവർ നമുക്ക് തന്ന റൂമായിരുന്നു കേട്ടോ. നല്ല റൂമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾക്ക് നല്ല ഈ ബോട്ടിൽ കുറേ നേരം നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ ഒരു ഒലച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ശകലമൊന്ന് ശരിയായതേ ഉള്ളൂ. അങ്ങനെ അവിടത്തെയും ടി വിയിൽ കൊച്ചു ബേബി സ്ഥാനം പിടിച്ചു, ബേബി ഫിൻ വെച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടി വി ഒക്കെ ഓഫാക്കി. ഇതിനിടയ്ക്ക് ആശമ ഒരു കുട്ടി പർച്ചേസിന് വേണ്ടി പോയായിരുന്നു. ആശമയ്ക്ക് കുറച്ച് ടോപ്പും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പാറു എനിക്ക് ഇടാൻ ഡ്രസ്സ് തീർന്നു പോയായിരുന്നു ഗൈസ്. ഞാൻ നൈറ്റ് ഡ്രസ്സ് എടുത്ത് വെച്ചില്ല. അപ്പോൾ പാറു എനിക്കൊരു കഫ്താൻ നൈറ്റ് ഡ്രസ്സും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സംഭവം അടിപൊളിയായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ കേട്ടോ. പിന്നെ അനു കൊച്ചു ബേബിയെ ഇത് റൈഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രീതിയിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ റെക്കോർഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തത്. അപ്പം തന്നെ ആശാത്തി സമരം പ്രഖ്യാപിച്ചു. പിന്നെ ബോട്ടിൽ നിന്ന് തുടങ്ങിയ ജ്യൂസ് കൂടിയാണ്. ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടില്ല കേട്ടോ. സോളിഡ് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല, ജ്യൂസിൽ മാത്രമാണ് താല്പര്യം. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് കുക്കിംഗ്, അങ്ങനെ ഭയങ്കര അടിപൊളി സംഭവമൊക്കെ ആയിരുന്നു കേട്ടോ. പാറു അർജുൻ ചേട്ടനും അവർക്കൊക്കെ വേണ്ടി വളരെ സ്പെഷ്യലായിട്ട് മീൻ പൊള്ളിച്ചതും അങ്ങനെയൊക്കെയുള്ള വൻ സെറ്റപ്പൊക്കെ പാറു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് അത് പറയണമല്ലോ, എന്നെ ഒരു വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഒരു വെജ് ഫുഡ് തന്ന ആദ്യത്തെ വീടാണ് കേട്ടോ ഇത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്നെ വിളിക്കും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നോൺ വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. എന്നിട്ട് എന്നോട് ചോദിക്കും, അയ്യോ ശകലം പോലും കഴിക്കില്ലേ, ഗ്രേവി പോലും കഴിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നി ഇവിടെ വന്നപ്പോഴത്തേക്കും. ആദ്യമായിട്ടാണ് എന്നെ ഒരു വെജിറ്റേറിയൻ എന്നുള്ള രീതിയിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്ത് എനിക്ക് ഫുഡ് തന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ദോശയും 2 കളർ ചട്നിയും ഉണ്ടായിരുന്നു രാത്രി കഴിക്കാനായിട്ട്. അന്നാണ് കൊച്ചു ബേബി ആദ്യമായിട്ട്, അതായത് 3 ദിവസത്തെ ഒരു ട്രിപ്പിൽ സോളിഡ് കഴിക്കുന്നത് അപ്പോഴാണ് കേട്ടോ. ഇത് പാറുവിൻ്റെ മദർ ഇൻ ലോ ആണ്, തോമയുടെ അമ്മ. ഭയങ്കര കമ്പനിയായിരുന്നു കൊച്ചു ബേബി. പുള്ളിക്കാരി കണ്ടോ, കൊച്ചു ബേബിയുടെ ലെവലിൽ ഇരുന്ന് കളിച്ച് ചിരിച്ച്. അമ്മൂമ്മമാർക്കൊരു പ്രത്യേക വൈബാണല്ലേ. എന്തായാലും ഫാമിലി ആയിട്ടൊരു ലവ്ലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഇവിടെ. വീട് അടിപൊളി വീടാണ്. ഫുൾ പാറുൻ്റെ തോമയുടെ ഐഡിയാസിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. സോ കപ്പിളിൻ്റെ ആ ഒരു ടീം വർക്ക് ഈ വീടിൻ്റെ ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെത്ര ബ്യൂട്ടിഫുൾ കപ്പിളാണെന്നുള്ളത് കേട്ടോ. ഈ ഒരു വരാന്ത ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങളവിടെ ഇരുന്നപ്പോഴാണ്, ഇത് ഈവയാണ് കേട്ടോ, അവരുടെ ഡോഗാണ്, പെറ്റ് ഡോഗാണ്. 45 ഡേയ്സ് എന്തോ ആയിട്ടുള്ളൂ. ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുമായിരുന്നു. കൊച്ചു ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈവയെ കണ്ടിട്ട്. നമ്മുടെ എൻസോ പപ്പിയായിട്ട് വരുമ്പോൾ കൊച്ചു ബേബിയും തീരെ കുഞ്ഞാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വളരുന്നത്. കൊച്ചു ബേബിക്ക് ഇത്രയൊക്കെ തിരിച്ചറിവ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പപ്പിയെ മീറ്റ് ചെയ്യുന്നത്. കൊച്ചു ബേബി വൺ എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഈവയും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് പപ്പീസ് ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാരുള്ളൂ, അപ്പം അത് എപ്പോഴും കൊച്ചു കുട്ടികളാണ് പപ്പീസ് പ്രിഫർ ചെയ്യുക, കൊച്ചു കുട്ടികളെ ഫോളോ ചെയ്ത് പോകത്തുള്ളൂ എന്ന് കേട്ടോണ്ട് ഞാൻ അന്ന് ലൈവിൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സൈറ്റ് ആയിരുന്നു കേട്ടോ. ഈവയുടെയും കൊച്ചുബേബിയുടെ ബോണ്ടിങ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അനുവും ഈവയായിട്ട് കുറേ നേരം ഇങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ നടന്നു. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടായിരുന്നു കേട്ടോ. സമയം പോകുന്നതേ അറിയുന്നില്ലായിരുന്നു. ഇടയ്ക്ക് കൊച്ചുബേബിക്ക് ഉറക്കം വന്നപ്പോഴത്തേക്കും അവിടുത്തെ ആ ഊഞ്ഞാലിൽ പോയി ഇങ്ങനെ കിടന്നു. ആ സ്വിങ് കൊച്ചുബേബിയുടെ ഫേവററ്റ് പ്ലേസ് ആയിരുന്നു ആ വീട്ടിൽ കേട്ടോ. എപ്പോഴും അവിടെ പോയി സ്വിങ്ങിലിരിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോകായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ വെളുപ്പിനാണെന്ന് തോന്നുന്നു ഒന്ന് ഉറങ്ങിയത്. ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നിട്ട് ആശമ്മ എനിക്ക് കോഫിയൊക്കെ ഇട്ട് തന്നു. ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളുടെ ഒരു
ഐഡിയയിലുള്ളത് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് അമ്പലപ്പുഴയിലെ പാൽപ്പായസം കിട്ടിയായിരുന്നു. പാറു നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ ശ്രുതി ഇല്ലേ, അർജുൻ ചേട്ടൻ്റെ കൂടെ പൈങ്കിളിയായിട്ട് ആക്ട് ചെയ്യുന്ന ശ്രുതിയുടെ അമ്മയും അർജുൻ ചേട്ടന് ഒരു ടിൻ നിറയെ പാൽപ്പായസം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവരും അമ്പലപ്പുഴയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കിട്ടിയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും പിന്നെ ഒരു സ്റ്റൂ ആയിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അവരെല്ലാവരും നല്ല കുക്കാണ് കേട്ടോ അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് അനുവിൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മോനുണ്ട്, ഉണ്ണിയും കൂടി മഞ്ഞുമൽ ബോയ്സ് കണ്ടു തുടങ്ങി. ഞാൻ വെറുതെ ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ഒരു സീൻ കണ്ട് അങ്ങ് ഹുക്ഡ് ആയതാണ്. പിന്നെ ഞാനും ഇരുന്ന് കണ്ടു. കുറച്ച് കഴിഞ്ഞ് ആ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്ക് ഫുഡ് കൊടുത്തു. ഇപ്പോഴും ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെയും എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാവണം. പിന്നെ സ്മൂത്തായിട്ട് അങ്ങ് ആഹാരമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെയും പായസം എന്തൊരു ടേസ്റ്റാണ്, അടിപൊളി കേട്ടോ. എനിക്ക് ഇത് ഏകദേശം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിട്ടുന്ന പായസത്തിന് ഒരു സിമിലർ ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. സോ അവിടെ നിന്ന് നേരെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പാറുവിൻ്റെ മദറിൻലോയുടെ വീട്ടിലോട്ടാണ് പോയത്. അത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടേക്ക് പോയി. ഇഷ്ടം പോലെ വെജിറ്റേറിയൻ ഡിഷസ് ആയിരുന്നു. എല്ലാം സോ ഡെലീഷ്യസ് ആയിരുന്നു കേട്ടോ. നല്ല ഞാൻ അതിന് പറയുന്നത് ടൊമാറ്റോ അവിയൽ കുഴമ്പെന്നാണ്. അവരെന്താണ് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ അവിയലുണ്ടായിരുന്നു. എല്ലാം യമ്മി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അർജുൻ ചേട്ടനും അനുവിനൊക്കെ നോൺ വെജും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കഴിച്ച് മത്ത് പിടിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് കുളിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോകുമെന്ന്, അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്തു, റെഡിയായി. ഇത് വീണ്ടും എൻ്റെ അമ്മൂമ്മയുടെ സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത്ര പുതിയ സെറ്റ് മുണ്ടാണ് അമ്മൂമ്മ തന്നിട്ട് പോയെന്ന് നോക്കി. സ്റ്റിക്കർ പൊട്ടിച്ചിട്ടാണ് ഞാൻ എന്താ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇത്. ഞാൻ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തപ്പോഴേ ഞാൻ ഈ ഒരു സെറ്റ് മുണ്ടും ഈ ഒരു ബ്ലൗസും ഇങ്ങനെ റെഡിയായി പോകും എന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അതുപോലെയാണ് ഞാൻ റെഡിയായത്. ഇത് കണ്ടോ, ഈ പ്രിൻ്റൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് നോർമലി പ്ലീറ്റ്സ് എടുത്ത് സാരി ഉടുക്കാനോ ഒന്നും അങ്ങനെ ഇഷ്ടമല്ലാത്തൊരാളാണ്. കാരണം എനിക്ക് ഇല്ലാത്തൊരു വണ്ണം തോന്നിക്കും എന്നുള്ളൊരു വിചാരമുണ്ട്. നോർമലി എനിക്ക് വൺ ലെയറാണ് എപ്പോഴും ഇഷ്ടം. പക്ഷേ ഈ സെറ്റും കൊണ്ട് മാത്രം എനിക്ക് പ്ലീറ്റ്സ് എടുത്ത് ഉടുക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ചൊരു ട്രഡീഷണൽ ലുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ച് കുളിപ്പിന്നലൊക്കെ കിട്ടി. അങ്ങനെയൊക്കെയാണ് ഞാൻ റെഡിയായത് കേട്ടോ. അപ്പോഴത്തേക്കും കൊച്ചു ബേബിയെ റെഡിയാക്കി. ഞാനുമായിട്ട് ട്വിൻ ചെയ്യാൻ വേണ്ടി കൊച്ചു ബേബിക്ക് സെറ്റിൻ്റെ ഒരു പാവാടയും പിന്നെ മോളുടെ ഒരു ബ്ലാക്ക് പട്ടുപാടയും ബ്ലൗസും ഉണ്ടായിരുന്നു. അതിൻ്റെ ബ്ലാക്ക് ബ്ലൗസും കൂടെയാണ് ഞാൻ എടുത്തു വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് മോളെ റെഡിയാക്കി. മോൾക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി നിങ്ങൾക്കറിയാമല്ലോ, വ്ളോഗ്സൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മോൾ ചോദിച്ച് വാങ്ങിച്ച് ഒരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പൊട്ട്, കണ്ണെഴുതുന്നത്, ഇതൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളയിടാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ് കേട്ടോ കൊച്ചു ബേബി. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. പിടിച്ച് നിർത്തി കരച്ചിലും ബഹളത്തിനിടയിൽ കൂടെ ഒരുക്കി കൊണ്ടുപോകേണ്ട ആവശ്യം വരാറില്ല. അർജുൻ ചേട്ടനും ഞങ്ങളോട് അമ്പലത്തിലേക്ക് വരാൻ തന്നെയാണ് നിന്നത്. പക്ഷെ കുറച്ച് ഫീവറിഷൊക്കെ ആയി പോയതുകൊണ്ട് ചേട്ടൻ സ്റ്റേ ബാക്ക് ചെയ്തു. ഒട്ടും ആരോഗ്യമില്ലായിരുന്നു വരാനായിട്ട്. അപ്പോൾ അർജുൻ ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും കൂടിയായിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. ആശമ്മ കണ്ടോ, നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് വന്നേക്കുന്നത്. അനു നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇത് പാറുവിൻ്റെ പൂജാ റൂമാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൂജാ റൂമാണ്. ആ കൃഷ്ണൻ്റെ ഷ്രൈനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയിലാണ് പാറു എല്ലാം വളരെ തോട്ട്ഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പാറുവിൻ്റെ അവിടെ ഒരു ചെറിയൊരു പ്ലേസിൽ മഞ്ചാടി വെക്കുന്നുണ്ടായിരുന്നു. അത് കൊച്ചു ബേബിയെ കൊണ്ടാണ് വെപ്പിച്ചത്. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. അത്രയും ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനും വാല്യൂ ചെയ്യുന്നതിനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയായിരുന്നു. അങ്ങനെ അനുവും കൊച്ചു ബേബിയും കൂടിയാണ് അതിൽ മഞ്ചാടിയൊക്കെ നിറച്ചത്. പിന്നെ അവിടെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോവാണ്. കൃഷ്ണനെ കാണാൻ വേണ്ടി പോവാണ്. കൊച്ചു ബേബിക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കേട്ടോ. നമ്മൾ പാപ്പ നിന്നൊരു ഉണ്ണിക്കണ്ണനില്ലേ, കൃഷ്ണനില്ലേ, നമുക്ക് ആ കൃഷ്ണസ്വാമിയെ കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞാണ് കൊച്ചു ബേബിയെ കൊണ്ടുപോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ് കേട്ടോ ആളും. എനിക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമ്മളിങ്ങനെ അകത്തോട്ട് നടക്കുമ്പോഴേ ഭയങ്കര ഒരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫെമിലിയാരിറ്റി എനിക്ക് തോന്നുന്നു എന്നുള്ളത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ അമ്പലം എന്നെ ഒരുപാട് ഗുരുവായൂരാണ് റിമൈൻഡ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഗുരുവായൂരിനെ ആലോചിച്ച്, ഗുരുവായൂരപ്പനെ ഒത്തിരി തവണ ഞാൻ ആലോചിച്ച് മിസ് ചെയ്തു. എനിക്ക് ഈ അമ്പലത്തിൽ കൃഷ്ണനെ തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഗുരുവായൂരപ്പനെ കണ്ടതുപോലത്തെ ഒരു ഫീലായിരുന്നു. ആക്ച്വലി നമ്മൾ കുറേ നാളായിട്ട് ഗുരുവായൂർ പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷെ പല കാര്യങ്ങളുകൊണ്ട് നടക്കുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല. ഈ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക്
കൃഷ്ണൻ ഈ ഗുരുവായൂരിൽ പോയി കൃഷ്ണനെ തൊഴുത പോലത്തെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ ഗുരുവായൂർ നട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഞാൻ കാണുന്നത്. അത് ഭയങ്കര എനിക്ക് ഒരു രോമാഞ്ചം പോലെ തോന്നി കേട്ടോ. എന്നിട്ടാണ് അവിടെ പറയുന്നത് മുമ്പ് ആരൊക്കെയോ ഇങ്ങനെ അമ്പലം ലൂട്ട് ചെയ്യാൻ വന്നപ്പം അവിടെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എടുത്തുകൊണ്ട് വന്ന് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്ലേസ് പണി ചെയ്ത് അതിൻ്റെ അകത്താണ് ഗുരുവായൂരപ്പനെ വെച്ചത്. ഇന്നും ഉച്ച പൂജയ്ക്ക് നടയടച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരാറുണ്ട് എന്നൊക്കെ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ കേട്ടതാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള കാര്യം അമ്പലപ്പുഴ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നൊരു കാര്യമാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഗുരുവായൂരപ്പനെ തൊഴുതുപോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. പിന്നെ അവിടെ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെയും കൊച്ചുബേബി അർജുൻ ചേട്ടനെയൊക്കെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരെ ഞാൻ മീറ്റ് ചെയ്തു. അവരൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു. അതിലൊക്കെ ഒത്തിരി സന്തോഷം തോന്നി നമുക്ക്. പിന്നെ മോക്ക് വെണ്ണ കൊണ്ടുവന്ന ഒരു മോളുണ്ട്, ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ മോളുടെ ഫേസ് ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കുറച്ച് വീഡിയോ ബാക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ വോയിസ് ഓവർ പറയുമ്പം അല്ല ആ വിഷ്വൽ വരുന്നത്. ആ മോള് കൊച്ചേബിക്ക് ഓടി കൊണ്ടുവന്ന് വെണ്ണയൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഇത്രയും കുഞ്ഞിലെ ആ ഒരു ജെസ്റ്ററൊക്കെ എനിക്ക് വളരെ സ്വീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ മോൾ അമ്പലത്തിലേക്ക് കയറിയതും നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഉണ്ണിയപ്പമൊക്കെ മോളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തായിരുന്നു. സോ കുറേ സയൻസ് ഇങ്ങനെ നമ്മൾക്ക് ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സയൻസ് ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയത്. ആ തൃപ്പകം എന്ന് പറയുന്ന സംഭവം കൂടി തൊഴുതിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ഭഗവാനെ ഉറക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് തൃപ്പകം എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് തൊഴാൻ പറ്റിയത് തന്നെ വളരെ സന്തോഷം തോന്നി. അതുപോലെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വാസുദേവോ എന്നിങ്ങനെ വിളിക്കുന്നതൊക്കെ ഉണ്ട്. അത് കേട്ട് കൊച്ചുബേബി ഇപ്പം ഡെയിലി ആണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും വാസുദേവോ എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറി കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്ത് ഒരു കുഞ്ഞ് പർച്ചേസ്, കുപ്പിവള അങ്ങനെയൊക്കെ ആശമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആശമ്മയ്ക്കും പാറൂനും ഒക്കെ കുപ്പിവള ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ജ്യൂസും ഷേക്കും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. മനസ്സ് നിറഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പാറൂനെ കുറേ ബ്ലെസ് ചെയ്തു. എന്നെ ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എനിക്ക്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്തു. മോള് നല്ല ഉറക്കമായിപ്പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കോട്ടെ, കുറച്ച് ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിനൊക്കെ കൊടുത്തിട്ട് മോളെ ഉറക്കി കിടത്തി. രാത്രിത്തേക്ക് എന്തെല്ലാമോ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. മീൻ മപ്പാസോ ചിക്കൻ മപ്പാസോ എനിക്കറിയില്ല, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ അവർക്കുണ്ടായിരുന്നു. എനിക്കും നല്ല ഫുഡുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വളരെ 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 സന്തോഷത്തോടെ ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീട്ടിൽ നിന്ന് പോയത്. സോ അത്രയും പോസിറ്റിവിറ്റി ഉള്ള ഒരു പുതിയ വീടാണ് അത് കേട്ടോ, പാറുവിൻ്റെ തോമയുടെയും വീട്. സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളറിയാതെ എല്ലാവരും വളരെയധികം ഹാപ്പി ആവും, മൂഡൊക്കെ ലൈറ്റനാവും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഹോം കേട്ടോ. വീട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പാറുവിനോട് ഒരു ചാനൽ തുടങ്ങാൻ പറയാം, എന്നിട്ട് പാറുവിനോട് വീഡിയോ ചെയ്തിടാൻ പറയാം. നല്ല ബ്യൂട്ടിഫുൾ വീടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ബായ് പറഞ്ഞ് പോകുമ്പോൾ ഒരാൾക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പാറുവാനി എന്ന് വിളിച്ച് പുറകെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിക്കാണ് ഈ ആനി എന്ന് പറയുന്നത് മോള്. അപ്പോൾ പാറുവാനിയുടെ ഒക്കത്ത് തന്നെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഇവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ട്രിപ്പൊക്കെ എൻഡ് ചെയ്തു. ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ 3 വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് സോ വെരി മച്ച്. സീ യു. ബൈ.